ലിയന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യത്റുകുൽ അമല, മുത്തനബി ചിലപ്പോൾ ചെയ്യേണ്ട ഒരു അമല് ഒഴിവാക്കും. സംഗതി പുണ്യമുള്ള അമൽ തന്നെ, പക്ഷെ അത് വേണ്ടാന്ന് നോക്കും. എന്തുകൊണ്ട്? ഖശിയത യുഫ്റദ അലാ ഉമ്മത്തിഹി, ഉമ്മത്തിന് അത് നിർബന്ധമായി അല്ലാഹു തആല നിർബന്ധമാക്കുമോ എന്ന് പേടിച്ചിട്ട്. അത് പുണ്യമുള്ള കർമ്മമാണ്, പക്ഷെ മുത്തനബി അത് പതിവായി ചെയ്യുമ്പോൾ സ്വഹാബത്ത് നല്ലൊരു പറ്റം ആളുകൾ അല്ലെങ്കിൽ സ്വഹാബത്തിൽ അധികം ആളുകളും അത് മുത്തനബി ചെയ്യുന്നത് പോലെ അതേ ശ്രദ്ധയോടെ അത് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു അത് ഫർളാക്കുന്ന ഒരു രീതിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം തറാവീഹിനെ കുറിച്ച്. തറാവീഹ് 1, 2, 3 രാത്രി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായിട്ട് നിസ്കരിച്ചപ്പോൾ ആദ്യത്തെ രാത്രിയിൽ ഇല്ലാത്ത ആളുകൾ രണ്ടാമത്തെ, അതിനേക്കാൾ ആളുകൾ മൂന്നാമത്തെ രാത്രി. പിന്നീട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നില്ല. തറാവീഹിന് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ മുത്തനബി വന്നില്ല. മുത്തനബി നിർദ്ദേശം കൊടുത്തു, ഓരോരുത്തരും സ്വന്തം നിസ്കരിച്ചോളൂ. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ഒരു ഓഫർ കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ, നിഷ്കളങ്കമായി നിസ്കരിക്കുകയാണെങ്കിൽ അവന് മുൻ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കും എന്ന് പറഞ്ഞു. മുത്തനബി ജമാഅത്തായിട്ട് നിസ്കരിക്കൽ വളരെ പുണ്യമാണ് തറാവീഹ്. എന്താ കാരണം? അല്ലാഹുക്കും എന്ന് പേടിച്ചു. അതുപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല അമലുകളും നിർബന്ധമാക്കുമോ എന്ന് പേടിച്ചിട്ട് ഒഴിവാക്കാറുണ്ട്. ഉമ്മത്തിനത് നല്ല കാര്യമാണെന്ന് സൂചന നൽകും, പക്ഷേ മുത്തനബി അത് പതിവായി കൊണ്ടുവരില്ല. ഖശിയത യുഫ്റദ അലാ ഉമ്മത്തിഹി റഹ്മത്തൻ മിൻഹു ബിഹിം, മുത്തനബിന്റെ റഹ്മത്ത് കൊണ്ട്. ലാകിൻ നശാറ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നുൽ ഹാജ് തങ്ങൾ പറയുകയാണ്, മുത്തനബി സൂചിപ്പിച്ചു, ഇലാ ഫളീലത്തി ഹാദ ശഹരി അൽ അലീം, ഈ മഹത്തായ മാസത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് സൂചിപ്പിച്ചു. കണ്ടോ പറയുന്നു, ബി ഖൗലിഹി ലിസ്സായിലില്ലദി സഅലഹു അൻ സൗമി യൗമിൽ ഇത്നൈൻ. നല്ല പാഠം നമുക്ക് ഈ പറയുന്ന വാക്കിലുണ്ട്. തിങ്കളാഴ്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിക്കാറുണ്ട്. ആ നോമ്പ് പിടിക്കുന്നതിനെ കുറിച്ച് അതിന്റെ രഹസ്യം ഒരാൾ ചോദിച്ചപ്പോൾ ആ ചോദ്യക്കാരനോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്ത ആ മറുപടിയിൽ റബീഉൽ അവ്വൽ മൊത്തം ശ്രേഷ്ഠതയുള്ള മഹത്വമേറിയ മാസമാണെന്ന് മുത്തനബി സൂചിപ്പിക്കുകയാണ് ചെയ്തത്. എന്താ മറുപടി കൊടുത്തത്? ദാലിക യൗമുൻ വുലിദ്തു ഫീഹി, ആ റബീഉൽ അവ്വൽ തിങ്കളാഴ്ച ഞാൻ നോമ്പ് പിടിക്കാൻ കാരണം, എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് പിടിക്കാൻ കാരണം അത് ഞാൻ പ്രസവിക്കപ്പെട്ട ദിവസമാണ് തിങ്കൾ. അപ്പൊ അതിനെന്താ പാഠം? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ, മുത്തനബി ജനിച്ച ദിവസം, ബർത്ത്ഡേ എന്ന് പറയാൻ ഒരു വർഷം കഴിയണ്ട, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് ബർത്ത്ഡേ, അത് തിങ്കളാഴ്ച. എന്റെ ബർത്ത്ഡേ സാധാരണ ആളുകൾ ബർത്ത്ഡേ കഴിക്കുന്നത് പോലെ ഈസാ നബിന്റെ യേശുവിന്റെ ബർത്ത്ഡേ കഴിക്കാറുള്ളത് വർഷത്തിലൊരിക്കലാണ് എന്നതുപോലെ വർഷത്തിലൊരിക്കൽ എന്റെ ബർത്ത്ഡേ വളരെ പ്രധാനപ്പെട്ട, അത് എല്ലാ ആഴ്ചയിലും ഞാൻ ജനിച്ച ദിവസം അടങ്ങി വരുന്നു. അപ്പൊ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ജനിച്ച രാവ്. അതുകൊണ്ട് ആ തിങ്കളാഴ്ചക്ക് പവിത്രതയുണ്ട്, വലിയ മഹത്വമുണ്ട്. അല്ലാഹു തആല എല്ലാ തിങ്കളാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു. ഹദീസിലുണ്ട്, ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തു. എല്ലാ മുഅ്മിനീങ്ങൾക്കും, കുശുമ്പുള്ള മുഅ്മിനീങ്ങൾക്ക്, പരസ്പരം വിദ്വേഷത്തിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾ അല്ലാത്ത എല്ലാവരും ദോഷങ്ങൾ തിങ്കളാഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ തിങ്കളാഴ്ച വരെ സംബന്ധിച്ച ദോഷങ്ങൾ അല്ലാഹു തആല തിങ്കളാഴ്ചയെ പറ്റി തന്നെ കുറെ പഠിക്കാനുണ്ട്. അത് ഈ മൗലിദുൽ ഹുസ്നൈനിയുടെ 10ാമത്തെ ഹിസ്ബില് വെറും തിങ്കളാഴ്ചയെ പറ്റിയ, തിങ്കളാഴ്ചയുടെ മഹത്വം, അങ്ങനെ ഓരോന്നും പഠിക്കാനുണ്ട്. അപ്പോഴേ നമുക്ക് സംശയങ്ങൾ പോകൂ. കുറെ പഠിക്കുമ്പോഴേ സംശയങ്ങൾ പോകും. കുറച്ച് മാത്രം വായിച്ചിട്ട്, കുറച്ച് മാത്രം കേട്ടിട്ട് റബീഉൽ അവ്വലിന് പ്രത്യേകതയൊന്നുമില്ല. വളരെ 1, 2 പുസ്തകങ്ങൾ പരതി, കിതാബുകൾ പരതി, അതില് പരതുന്ന വിഷയം കണ്ടില്ല, അപ്പോ പ്രസ്താവന കഴിഞ്ഞു. റബീഉൽ അവ്വലിന് പ്രത്യേകമില്ല. 12 അപകടം, കൂടുതൽ വായിക്കണം. അപ്പൊ തിങ്കളാഴ്ചക്ക് വലിയ മഹത്വമുണ്ട്.